കർത്താവിൻ്റെ ജനനത്തിൽ മാലാഖമാരും ആട്ടിടയന്മാരും ആ സന്തോഷ വാർത്ത കേട്ട് ആ വലിയ അനുഭവത്തിൽ നമ്മളും പങ്കാളികളായി തീരുകയാണ്. ആട്ടിടയന്മാർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നുള്ള ആ സദ്വർത്തമാനം കേട്ടത്. വിദ്വാൻമാർ അവരുടെ സമ്മാനങ്ങളുമായി വന്ന് ആ പൈതലിനെ ആദരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് സുഗന്ധധൂപങ്ങൾ അർപ്പിച്ച് ദൈവത്തിന് സമർപ്പിക്കുവാനും നമ്മളെ തന്നെ ഒരു പുതിയ സൃഷ്ടിയായി ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും തക്കവണ്ണമുള്ള ഒരു പ്രദക്ഷിണമാണ് ഇവിടെ നടക്കുന്നത്. ദേവാലയത്തിൽ നിന്നിറങ്ങി തെക്കേ വാതിൽ വഴി തീജ്വാല ശുശ്രൂഷ നടക്കുന്ന പടിഞ്ഞാറ് വശത്ത് ചെല്ലുകയും അവിടെ വെച്ച് ശ്ലീഹാവായനയും ഏവൻഗേലിയോനും അതുപോലെ തന്നെ അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിക്കുന്നുവെന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി ശുശ്രൂഷക്കാരെ 3 ചുറ്റ് അതിന് വലം വെച്ച് ബാക്കിയുള്ള ആളുകൾ അവരെ പ്രദക്ഷിണം തുടർന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ ഉള്ള കുന്തിരിക്കം അഗ്നിയിൽ നിക്ഷേപിച്ചാൽ മാത്രം മതിയാവും. അത് കഴിഞ്ഞ് ഒരു ചുറ്റ് നടത്തി വടക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിച്ച് സ്ലീവാഘോഷത്തോടുകൂടി ആയിരിക്കും ശുശ്രൂഷ ആരംഭിക്കും. ഈശനുമീ മർത്യന്മാർക്കും മധ്യമനാകും വചനേശൻ തന്നെ പെറ്റു കന്യകയാശ്ചര്യം ജ്വാലയണിഞ്ഞോൻ തനുവേന്തി ഞങ്ങളെ സംരക്ഷിപ്പാനായി മാനവരൂപം പൂണ്ടാനാശ്ചര്യം 9 മാസം ചെന്നപ്പോ ജനനി മുദ്രയ്ക്കേതും കേടന്നെ വിടയിൽ സ്വരമിപ്പാരിൽ വാടങ്ങൾ കായ്പാടേറ്റൽ മനസ്സമരണം കൊണ്ടോനാശ്ചര്യം 3 ദിനം ഖബറിൽ മേവി രുദ്ധിതനായി സ്വർഗാരോഹം. ഹല്ലേലൂയ. ശ്രീഹാധന്യൻ ചൊൽകട്ടെ ദൈവം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി ബാറക്കുമോ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോട് അരുളി ചെയ്തതായിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ടും പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. അമീനാഹായി ബാറക്കുമോ. ചൊന്നോടൻ തനയൻ നീ ഇന്നാ നിന്നെ ഉൽപാദിപ്പിച്ചോ. ഹല്ലേലൂയ. പാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിൽ നിന്നും പരിശുദ്ധാകന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചുവെന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിഹാതമ്പുരാനിലോ വ്യാപാരകാലത്തിൽ ഇപ്രകാരം സംഭവിച്ചു. കാലത്ത് ഓഗസ്തോസ് കേസറിൽ നിന്ന് തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം പേർവഴി ചാർത്തപ്പെടണമെന്ന് ഒരു കൽപ്പനയുണ്ടായി. പൂറിനോ സുറിയാനാട് വാഴുമ്പോൾ ഇതാദ്യത്തെ പേർവഴി ചാർത്തലായിരുന്നു. സ്വന്തം പട്ടണത്തിൽ വെച്ച് പേർവഴി ചാർത്തപ്പെടുവാനായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേപ്പും ദാവീദിൻ്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നതുകൊണ്ട് യഹൂദയിൽ ദാവീദിൻ്റെ ബേത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിലേക്ക് ഗലീലായിലെ നസ്രയത്ത് പട്ടണത്തിൽ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടി പേർവഴി ചാർത്തപ്പെടുവാനായിട്ട് പോയി. അവർ അവിടെ ആർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൾ തൻ്റെ ആദിപുത്രനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നിടത്ത് സ്ഥലമില്ലായിരുന്നതുകൊണ്ട് കുട്ടിയെ വസ്ത്രങ്ങൾ പുതപ്പിച്ച് പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മാലാഹ അപ്പോൾ അവരുടെ അടുക്കൽ ചെന്നു. കർത്താവിൻ്റെ തേജസ്സ് അവരുടെ മേൽ ശോഭിച്ചു. അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഹ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മെശിഹാ കർത്താവ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കടയാളം. വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് മാലാഹായോടുകൂടി അനേകം സ്വർഗീയ സേനകൾ പ്രത്യക്ഷമായി. അവർ ഇപ്രകാരം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ഉളവാകാസ്തുതി സ്തുതി ദൈവത്തിനുവാനിൽ ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും
ഉളവാകാൻ സ്തുതി ദൈവത്തിനുവാനിൽ ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. വാനിൽ ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം ഞങ്ങൾ നിനക്ക് കരേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവും ദൈവമായിരിക്കുന്ന പുത്രനായ യേശുമിശിഹായ ഉത്തരനായ കർത്താവും സ്തുതിയുടെ വലുപ്പം നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നതിനും വചനമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നവനെ നീ മാത്രം കർത്താവാകുന്നു. ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആളുകളൊക്കെ എന്നേക്കും തന്നെ എന്നേക്കും വാഴ്ത്തപ്പെട്ടു ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഒരു നാമം സ്തുതിക്കപ്പെട്ടു എന്നേക്കും സ്ത്രീകളാൽ പ്രബലപ്പെട്ടതാകുന്നു. മാലാഹ്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ നമുക്ക് ബേത്ലഹേം വരെ ചെന്ന് കർത്താവ് നമ്മളോട് അറിയിച്ച പ്രകാരം ഉണ്ടായ സംഗതി കാണാമെന്ന് പറഞ്ഞു. അവർ ദ്രുതഗതിയിൽ ചെന്നു മറിയാമിനെയും യൗസേപ്പിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ടതിന് ശേഷം അവർ ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട സംഗതി പ്രസിദ്ധമാക്കി. കേട്ടവരെല്ലാം ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ ഈ വാർത്തകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരൂപിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പ്രകാരം സകലവും കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ നിമിത്തം ദൈവത്തെ സ്തുതിച്ചും പുകഴ്ത്തിക്കൊണ്ടും മടങ്ങിപ്പോന്നു. പാർഹിമോർ ശൈനോ ലഖുൽഹു മോറാനേശ്മിഷിഹാടുത്തെ കരയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾ നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പാവിയുടെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തിനടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. നികയവളോ സ്തന്യമതി ഏന്തുന്നവളൊരു പൈതലിനെ ഈശകൃപാവരസമ്പൂർണ മാനസധീരത നൽകിക്കൊണ്ടോതി മഹാത്ഭുതമെന്നോടാ വത്സലനെ താലോലിക്കും ദാവീദാത്മജമറിയാമി സ്നേഹമനോഹരമാം നാദം നുകരാം തെല്ലിടകഴിയുമ്പോ സൂനുരഹസ്യപരമ്പരയാ രൂപീകൃതയാം കന്യകയെ കാൺമാനേശായ നിബിയെ ആഗതനാവുക സാമോദം കാൺക കിടക്കുന്ന മനുവേ ആ പെൺകൊടിയുടെ തിരുമടിയിൽ ധന്യമവൻ
പാനം ചെയ്യും അത്ഭുതമൊരു പൈതലിനെ പോൽ അവനെ വന്നു നിരീക്ഷിച്ച് താമോദത്തോടു വാഴ്ത്തിടുക. നിന്നോടു ചേർന്നാനന്ദിപ്പാ ദർശകരെ ആഹ്വാനം ചെയ്. അവനാഗതനായി നിറവേറ്റി ദർശകരുടെ